ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാൽപന്ത് കളിയുടെ നാട്ടിലേക്ക് സ്വാഗതം. അതായത് നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിലെ. കാരണം വെച്ചാൽ ഇന്ന് ഫുട്ബോളിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വേറൊന്നുമല്ല എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഫുട്ബോളൊക്കെ കളിക്കുന്നതല്ലേ, കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ എന്തായാലും നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ കോച്ചുമാരോടും അവിടുത്തെ പരിശീലന രീതി എങ്ങനെയാണ്, അവിടുത്തെ ടൈമിങ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇതൊരു ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആകും. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവല്ലേ? ഓക്കെ. FCC മലപ്പുറം എന്ന നമ്മുടെ അക്കാഡമി തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? നമ്മൾ 2017 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2017 ഏകദേശം 11 പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നിപ്പോൾ നമുക്ക് ഏകദേശം 230-ലധികം വരുന്ന പ്ലേയേഴ്സ് ഉണ്ട്. അത് നമുക്ക് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് മുതൽ കാസർഗോഡ് ഡിസ്ട്രിക്ട് വരെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും പ്ലേയേഴ്സ് ഇപ്പോൾ നമുക്കിവിടെ പ്രാക്ടീസിന് വരുന്നുണ്ട്. അവരുടെ താമസമൊക്കെ നമ്മൾ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ട് അവർ 2 ദിവസത്തിനാണ്, ശനി ഞായർ 2 ദിവസമാണ് നമുക്ക് ക്യാമ്പുള്ളത്. ഈ 2 ദിവസം അവർ വരുന്നു, അതുപോലെ ക്യാമ്പ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ 6-7 കോച്ചുമാർ നിലവിലുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോച്ചുമാരും ലൈസൻസ്ഡ് ആയിട്ടുള്ള കോച്ചുമാരുമാണ് നമുക്ക് ഇവിടെ നിലവിലുള്ളത്. എത്ര ഏജ് മുതലാണ് ഇവിടെ പരിശീലനം സ്റ്റാർട്ട് ചെയ്യണത്? അപ്പോൾ നമ്മൾ ഏജ് സ്റ്റാർട്ടിങ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 14 വയസ്സ് മുതലാണ് ഇപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. 14 മുതൽ 18 വയസ്സ് വരെ, അതുപോലെ ഈ 18 വയസ്സ് മുതൽ 20 വയസ്സ് വരെ, പിന്നെ അതിൻ്റെ മുകൾക്ക് 25 വയസ്സ് വരെ, നമ്മൾ 25 വയസ്സ് വരെയുള്ള പ്ലേയേഴ്സിന് നമ്മളിവിടെ അവസരം കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് അവസരം കിട്ടാത്തത് കൊണ്ട്, ഒരു ക്യാമ്പ് കിട്ടാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അവർ പല ആളുകളും 7s കളിക്കാൻ പോകുന്നവരാണ്, അല്ലെങ്കിൽ 11s കളിക്കുന്നവരുണ്ട്, പ്രൊഫഷണൽ രീതിയിൽ കളിക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ മാക്സിമം അവർക്ക് അവസരം കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അവർ വന്നതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടുന്ന്. ഏകദേശം 10 മാസമാണ് ഞങ്ങളുടെ ഇവിടെ ചെയ്യുന്നത്, ക്യാമ്പ് ചെയ്യുന്ന കാലാവധി. ഈ 10 മാസം കഴിയുമ്പോൾ ഞങ്ങൾ ഈ 10 മാസത്തിൻ്റെ അകത്ത് ഞങ്ങളുടെ ടോട്ടൽ പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഒരു ലീഗ് സംഘടിപ്പിക്കുന്നുണ്ട്. വിവിധ ടീമുകളാക്കി മാറ്റിയിട്ട് അവരെ തമ്മിൽ തന്നെ പിന്നെ ഒരു മാസത്തിൽ 3-4 ദിവസങ്ങളിൽ കളികൾ, മാക്സിമം കളികൾ അവർക്ക് കൊടുത്ത് പോയിന്റ് അടിസ്ഥാനത്തിൽ ഓരോ ടീമുകളെ തരംതിരിച്ച് അവർക്ക് പോയിന്റ് അടിസ്ഥാനത്തിൽ അവർക്ക് പ്രൈസ് മണി, ട്രോഫിയൊക്കെ ഞങ്ങൾ തന്നെ ക്യാമ്പിൽ ഒരു ലീഗ് അടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതി കൂടെ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ടീമുകളാക്കി മാറ്റിയിട്ട് അവർക്ക് കളി, അവർക്ക് സെപ്പറേറ്റ് കോച്ച്, അങ്ങനെ ഓരോ ടീം ഒരു വാശി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവർ കളിയിൽ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിശീലനം ലഭിക്കാത്ത ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവരോട് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ ഈ പ്രദേശത്ത് വെച്ച് ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് ഫീസ് വാങ്ങിക്കുന്നത്. ഫീസ് വാങ്ങിക്കുന്നത് അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ മാക്സിമം അവർക്ക് വർക്കൗട്ട് കാര്യങ്ങൾ, കളിക്കാനുള്ള അവസരങ്ങൾ മാക്സിമം ചെയ്യുന്നുണ്ട്. ഏകദേശം ഇവിടെ അധികം നമ്മൾ എന്താ വെച്ചാൽ 20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ക്യാമ്പിനൊന്നും പോകില്ല. പിന്നെ നമ്മൾ വർക്കിൻ്റെ തിരക്കിൽ, അല്ലെങ്കിൽ ജോലി തിരക്ക്, പഠനത്തിൻ്റെ തിരക്ക്, അങ്ങനെ ഒരുപാട് തിരക്കുകൾക്ക് ഇടയിൽ പെട്ടിട്ട് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് വരെ കളി നിർത്തി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് ഞങ്ങൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇനിയും അവസരം ഉണ്ട് എന്നുള്ള ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പും പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിൽ കടകളിൽ വർക്ക് ചെയ്യുന്ന, പഠിക്കാൻ പോകുന്ന ഒരുപാട് ആളുകൾ ശനി ഞായർ ദിവസങ്ങളിൽ ക്യാമ്പ് ചെയ്യാൻ വരുന്നുണ്ട്. അവർ കളി നിർത്തിവെച്ചവരായിരുന്നു, ഒരുപാട് പേര് കളി നിർത്തിവെച്ചവരായിരുന്നു. വീണ്ടും അവർ ഇതിലേക്ക് തന്നെ വന്ന് ഇപ്പോൾ തീർച്ചയായിട്ടും
ഒരു ഫുട്ബോൾ അവർ പഴയത് എങ്ങനെയായിരുന്നു അതിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. കളി ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കളിയുടെ കാര്യങ്ങളിലൊക്കെ. FCC മലപ്പുറത്തിൻ്റെ മറ്റൊരു കോച്ചായ മുൻ സന്തോഷ് ട്രോഫി താരവും കൂടിയായ നസറുദ്ദീൻ നമ്മളോട് ചേരുന്നു. ഞാൻ നസറുദ്ദീൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ അക്കാഡമി അവർ വിളിച്ചപ്പോൾ അങ്ങനെ FCC മലപ്പുറം എന്ന് പറഞ്ഞ ഒരു അക്കാഡമി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കൂട്ടിലങ്ങാടിയിലും കോട്ടക്കലൊക്കെ ആയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവരെ കൂടെ ഇങ്ങനെ പിന്നെ പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ ജോയിൻ ചെയ്തു. 2 ദിവസമാണ്, സാറ്റർഡേ സൺഡേ ആണ് അവർക്ക് ട്രെയിനിങ് ഉള്ളത്, മോർണിംഗും ഈവനിങ്ങും. ഞാൻ 5 വർഷം കേരളത്തിന് വേണ്ടി കളിച്ചു. അപ്പോൾ ഈ ഇയറിൽ ഇപ്പോൾ പഞ്ചാബിന് വേണ്ടിയിട്ട് സന്തോഷ് ട്രോഫി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കളി നിർത്തിയിട്ടൊന്നുമില്ല, കളി കളിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ചെയർമാനൊക്കെ ഇങ്ങനെ വിളിച്ചപ്പോൾ ഇങ്ങനെ വന്നു എന്നുള്ളൂ, കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇതിൽ. പിന്നെ നമ്മളെ മലപ്പുറത്ത് എന്ന് പറഞ്ഞ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു വികാരമാണല്ലോ. ആ വികാരമാണ്. എങ്ങനെയാണ് നമ്മളെ പിള്ളേരൊക്കെ എങ്ങനെ? പിള്ളേരൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആണ്. ഇപ്പോൾ ഞങ്ങളൊരു ഒരു അക്കാഡമി ഇപ്പോൾ ഒരു ടൂർണമെന്റ് ഗോവയിൽ കഴിഞ്ഞു വന്നു. അവര് ഫൈനലില് ആ ടീമിനായിട്ട് സഡന്തത്തിലാണ്, പെനാൽറ്റിയിലാണ് പോയത്. അപ്പോൾ റണ്ണേഴ്സായി വന്നിട്ടുണ്ട്, അച്ചീവ്മെന്റ് തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ പ്ലേയേഴ്സിനൊക്കെ കൂടുതലും ബേസിക് ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടാനുണ്ട് പ്ലേയേഴ്സിന്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പരിശീലിപ്പിച്ച മുൻ കോച്ചുമാരുണ്ട്. ഇപ്പോൾ നജീബ് സാറായാലും വിക്ടർ മഞ്ഞല സാറ്, അതേപോലെ ഇപ്പോൾ സന്തോഷ് ട്രോഫി കോച്ച് ബിനു കോച്ച്, പാലക്കാട് രാജീവ് കോച്ച്, അങ്ങനെ നിരവധി കോച്ചസിൻ്റെ കീഴിൽ നമ്മൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് പകർന്നു തന്ന കുറച്ച് സാധനങ്ങൾ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള അത്രേ ഉള്ളൂ. വരുന്നവര് തീരെ ബേസ് ഇല്ലാത്ത ആൾക്കാരാണ്. കുറച്ച് പേര് അങ്ങനെ ഉണ്ട്, പക്ഷെ മലപ്പുറത്തേർക്ക് അങ്ങനെ ബേസ് ഇല്ലാതിരിക്കലില്ല. മലപ്പുറത്തേര് ഒരു പ്രത്യേകത ആണ്. പിന്നെ കുറച്ചും കൂടി ഏതൊരാളും ഇപ്പോൾ ഫുട്ബോളിലേക്ക് വേണ്ടി വരുന്ന ഒരാളും ഒരു എന്താ പറയുക, ഒരു 100%-ൽ 90% ആൾക്കാർക്കും കുറച്ചെങ്കിലും ബേസിക് ഉണ്ടാവും, ഓൾറെഡി ബേസിക് ഉണ്ടാവും, ലോക്കലായിട്ട് കളിച്ചിട്ടെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. പിന്നെ ഇത് മലപ്പുറത്തുനിന്ന് മാത്രമല്ല, കൊല്ലത്തുനിന്നും പാലക്കാട് നിന്നൊക്കെ പ്ലേയേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഒരു ഇതാണ്, ചാൻസാണ് ഇങ്ങനത്തെ ടർഫുകൾ വരുന്നതും അങ്ങനത്തെ അക്കാഡമികളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഒരു ചാൻസാണ്. ഇന്ന് ഫുട്ബോളിന് നമുക്ക് മുന്നിൽ കുറെ വാതിലുകളുണ്ട്. ശരിക്കും നമ്മളെ മലപ്പുറത്താണല്ലോ ഏറ്റവും കൂടുതൽ ഈ ഫുട്ബോളിന് അവസരം കൂടുതലുള്ള ഈ ടർഫുകൾ വന്നോണ്ട്. മലപ്പുറത്ത് ടർഫുകൾ എന്ന് പറഞ്ഞാല് കൂടുതൽ മലപ്പുറം കേരളത്തിൽ മൊത്തം ഉണ്ട്, പക്ഷെ എന്നാലും മലപ്പുറത്ത് ടർഫുകൾ വന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല, മലപ്പുറത്തിന്റെ ഒരു പൊതുവെ ഒരു വികാരാണ് ഫുട്ബോള്. അതുകൊണ്ട് അതിന്റെ ഒരു വലിയൊരു ഓക്കെ ഇതിന്റെ ഒരു പിന്നെ തെളിവാണ് ഇത്രയും കോർട്ടുകൾ ഇവിടെ വിജയിക്കാൻ കാരണം. വേറൊരു ജില്ലയിൽ ചിലപ്പം വിജയിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഏരിയ ഉണ്ടെങ്കിലും റോഡ് സൈഡിൽ വരെ പന്തൽ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളെ മലപ്പുറത്ത് ഏരിയ വരുന്നത്. ആ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഫീൽഡ് കിട്ടുമ്പോൾ ജോലിക്ക് പോണ ആൾക്കാർക്കൊക്കെ ഇതിൽ വന്ന് കളിക്കാം, അവരെ ടൈം കഴിഞ്ഞിട്ട് വന്ന് കളിക്കാം, ഒരു വ്യായാമത്തിന്റെ ടൈം കിട്ടും. പിന്നെ അക്കാഡമി പിള്ളേർക്ക് ഗ്രാസ് റൂട്ടിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടി ടച്ചസുകളൊക്കെ പിള്ളേർക്ക് നല്ല പെർഫെക്റ്റ് ആവാൻ ഭാവിക്ക് നടത്തുന്ന കോട്ടകളുണ്ട്. ഫീല് വരും. ഫീല് എന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് സാധാരണ നമ്മളൊക്കെ കളിച്ചു തരുന്ന വെറും കട്ടത്തറ പോലത്തെ ഗ്രൗണ്ടുകളാണ്. ഇപ്പൊ ബോള് നമ്മക്ക് കൺട്രോൾ ആയി കിട്ടൂല. ഇവിടെ ആ പ്രശ്നമല്ല, ബോള് കൺട്രോൾ ആവും. അപ്പൊ നമ്മൾ ഉയർന്നു വരുമ്പോ ഇപ്പൊ ഇവിടുന്ന് ഒരു അണ്ടർ 30 അല്ലെങ്കിൽ 40, 10 ഒക്കെ ഉള്ള കുട്ടികൾ പഠിച്ചൊരു 4-5 വർഷം കഴിയുമ്പോഴത്തേന് അവരുടെ ടച്ചസ് ഒക്കെ നല്ല മാറ്റങ്ങൾ വരും, പെട്ടെന്ന് മനസ്സിലാവും, നല്ലൊരു ഇത് വരും ബോളിനോടുള്ള ഒരു ബോൾ സർഫസ് ഭയങ്കര, ഫുട്ബോളിന് സർഫസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരു കുറച്ചൊരു 4-5 വർഷം കഴിഞ്ഞാല്, ഈവൻ ഒരു 10 വർഷം കൂടി കഴിഞ്ഞാല് എനിക്കൊന്ന് പ്ലേയേഴ്സിന് ഒന്നും കൂടി ക്വാളിറ്റി വരും. പക്ഷെ ഒരു പരിധിക്ക് വരെ ഇതിൽ ടച്ചസ് മാറിയിട്ട് ബേസിക് ഇതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് പെട്ടെന്ന് വലിയ ഗ്രൗണ്ടിലേക്ക് മാറണം, അല്ലെങ്കിൽ ചുരുങ്ങിയും പോകും, അങ്ങനെയും ചാൻസ് ഉണ്ട്. ഓക്കെ താങ്ക് യു. ഇതാണ് നമ്മുടെ എബിൻ സാറ്. നമസ്കാരം. സാറ് എവിടെയാണ് വീട്? എൻ്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂര്. ഇപ്പോ ഇവിടുത്തെ പിള്ളേരൊക്കെ എങ്ങനെ? ഇവിടുത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള കാറ്റഗറിയിലുള്ള പിള്ളേരുണ്ട്.
സാധാ ക്യാമ്പുകളിലെ പോലെ 18 വയസ്സ് വരെയുള്ള പിള്ളേരല്ല, അതിനു മുകളിലുമുള്ള അനേകം ആളുകൾ ഇവിടെ ക്യാമ്പിന് വരുന്നുണ്ട്. അവർക്ക് ഒരു സ്കൂൾ കോളേജ് ലെവൽ എന്നതിന് പുറമെ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് വളരാനുള്ള ഒരു ചാൻസ് ആണ് നമ്മളിവിടെ ഒരുക്കി കൊടുക്കുന്നത്. അതിനനുസരിച്ച് നല്ല കഴിവുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അവരെ ടെക്നിക്കലായിട്ടും ടാക്ടിക്കലായിട്ടും നമ്മൾ മെച്ചപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ ഞാൻ ഇപ്പോൾ എടുക്കുന്ന സെക്ഷൻ ഗോൾ കീപ്പിംഗ് ആണ്. ഗോൾ കീപ്പേഴ്സ് എല്ലാവരും നല്ല എക്സ്പീരിയൻസും എല്ലാം ഉള്ളതാണ്. പക്ഷേ ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം എല്ലാവരും ഉണ്ടെങ്കിലും അത് മാത്രമാണ് നമ്മളെ ക്ലിയർ ചെയ്ത് വിടുന്നത്. അത് സാറ് അപ്പോ ഒരുപാട് സ്ഥലത്ത് ഇപ്പോ കോച്ചിങ് കൊടുക്കുന്നുണ്ടല്ലോ, ഏതൊക്കെ പറയാമോ? ഞാനിപ്പോ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു ഫേമസ് സ്പോർട്സ് സ്കൂളാണ് സെന്റ് ആന്റണീസ് പഴുവിൽ. അവിടെ ഗേൾസ് ടീം ഉണ്ട്. ജൂനിയർ ഗേൾസിനെ കോച്ചിങ് ചെയ്യിക്കുന്നു, ബോയ്സിന് അസിസ്റ്റന്റ് ആയി പോകുന്നു. ഫെയർ യുണൈറ്റഡ് ക്ലബ് എന്ന് പറയുന്നൊരു അണ്ടർ 10 ക്ലബ് ഉണ്ട് തൃശ്ശൂര്, അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ശ്രീകൃഷ്ണ കോളേജില് ഗോൾ കീപ്പിംഗ് ആയിട്ട് അതിന് പോകുന്നുണ്ട്. ഇപ്പൊ FCC മലപ്പുറത്തിന്റെ ഗോൾ കീപ്പർ ആയിട്ട്. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം പിള്ളേരായിട്ട് ടൂർണമെന്റ് വല്ലതും പോയിട്ടുണ്ടായിരുന്നു? ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു ടൂർണമെന്റ് പങ്കെടുത്തു. ഗോവയിൽ വെച്ച് നടന്ന ISS നാഷണൽ ടൂർണമെന്റിലാണ് നമ്മുടെ അണ്ടർ 20 വിഭാഗമാണ് പങ്കെടുത്തത്. അവരെ ആ മത്സരത്തിൽ റണ്ണേഴ്സ് അപ്പ് ആയി. ഹരിയാനയോടെയാണ് ഫൈനലിൽ തോറ്റത്. സഡൻഡത്തിലാണ് പരാജയപ്പെട്ടത്. വളരെയധികം നന്നായി കളിച്ചു. ബെസ്റ്റ് പെർഫോമൻസ് ടീമിന്റെ സമ്മാനത്തിനും കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തു പോയ നമുക്ക് തന്നെയാണ് കിട്ടിയത്. FCC മലപ്പുറത്തിനാണ് കിട്ടിയിട്ടുള്ളത്. Under-21 കളിക്കാൻ പോയ ക്യാപ്റ്റനാണത്. എന്താ നമസ്കാരം? നമസ്കാരം. പേരെന്താണ്? ഹാരിസ്. എവിടെ സ്ഥലം? ഞാൻ കൂട്ടാടി. എങ്ങനെയായിരുന്നു ഈ ഗോവ കളി എക്സ്പീരിയൻസ്? ഗോവയില് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഗ്രൗണ്ടിന്റെ മാതിരിയല്ല, അത് വേറെ ഗ്രാസ് കോർട്ടും കാര്യങ്ങളായിരുന്നു. 11ന്റെ കോർട്ടായിരുന്നു. നല്ല സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. അപ്പൊ ഇവിടുന്ന് നമ്മളെ പരിശീലനം കഴിച്ച് ഒരു ബെറ്റർ ആയില്ലേ? ഇവിടെ ബെറ്റർ തന്നെയാണ്. നമ്മള് ഗ്രാസ് കോർട്ടിൽ നിന്ന് ഇവിടെ ടർഫിൽ ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് വല്ല ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടില്ല. നന്നായിട്ട് കളിച്ചല്ലേ? കളിച്ചു. പിന്നെ എന്താണ് പറയാനുള്ള അവിടുത്തെ ഒരു വിശേഷം? അവിടെ നമ്മുടെ പുറത്ത് വരുന്ന ടീം നമ്മുടെ മാതിരിയല്ല, അത്യാവശ്യം നല്ല ഫിറ്റും സ്റ്റാമിനുള്ള പ്ലേയേഴ്സാണ് വരുന്നത്. അവർക്ക് ഏജ് കുറവാണെങ്കിലും ബോഡി സ്റ്റാമിന കാര്യങ്ങളൊക്കെ കൂടുതലാണ് നമ്മളെ അപേക്ഷിച്ച്. നമ്മുടെ പ്ലേയേഴ്സ് മോശം നല്ല പറയുന്നുണ്ട്, അവരെ അപേക്ഷിച്ചാൽ നമ്മൾ കുറച്ച് മോശമാണ്. അതിന്റെ ഒരു ചെറിയ പോരായ്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ ടീമിന്. അപ്പൊ നമ്മൾ അങ്ങനെ കളിച്ചപ്പോ നമ്മളൊരു പോരായ്മ കൂടി ഇനി അടുത്തൊരു ടൂർണമെന്റിന് നമുക്ക് ബെറ്റർ ആക്കി ഇനി അടുത്ത ടൂർണമെന്റ് പോകുമ്പോൾ നമ്മൾ എന്തായാലും അതിന് ബെറ്റർ ആയിക്കാണ്ട് നമ്മൾ നല്ലൊരു ടീമായിട്ട് തന്നെ പോകും. നല്ല റിസൾട്ട് കളിക്കുമ്പോൾ തന്നെ അല്ലേ നമ്മളെ വേറെ പ്ലേയേഴ്സിനെ പറ്റിയിട്ട് ഒരു കമ്പാരിസൺ ചെയ്യാം. പുറത്ത് പ്ലേയേഴ്സിനായിട്ട് കളിക്കുമ്പോഴാണ് നമുക്ക്, മറ്റേത് നമ്മൾ കേരളത്തിലെ ടൂർണമെന്റ് മാത്രം കളിച്ചുകൊണ്ട് നമ്മുടെ പ്ലേയേഴ്സിന് മാത്രമുള്ള ഐഡിയ ഉണ്ടാവുള്ളൂ. പുറത്ത് പ്ലേയേഴ്സിനായിട്ട് പരിചയപ്പെടാനും അവരെ കളിയെ പറ്റി അറിയാനൊക്കെ നമുക്ക് സാധിച്ചു. ഓക്കെ. ഹായ്, ഞാൻ മഷൂർ അമീൻ, കക്കാട് നിന്ന് വരുന്നു. ഗോൾ കീപ്പറാണ് FCC മലപ്പുറം. അപ്പൊ ഈ പരിശീലനത്തിന്റെ ഇപ്പൊ എത്ര മാസമായി ഇപ്പൊ പരിശീലനം തുടങ്ങിയിട്ട്? ഏകദേശം 4 മാസം. 4 മാസം ഉണ്ടാവും. അപ്പൊ ഈ 4 മാസത്തിനിടയായിട്ട് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്? നന്നായി ചെയ്തു, ബെറ്റർ ആയിട്ടുണ്ട്. നന്നായിട്ട് ബെറ്റർ ആയിട്ടുണ്ട്. കുറച്ച് ലോ ആയിട്ടേ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ കുറച്ച് എബിൻ സാർ, ഞങ്ങളെ ഗോൾ കീപ്പർ ട്രെയിനിങ് സാർ വന്നതിന് ശേഷം നല്ല മാച്ച് ഉണ്ടായി. നിഷാ സാർ അതേമാതിരി ഉണ്ടായിട്ട് നല്ല ഇമ്പ്രൂവ് ആയി തോന്നി. പേരെന്താണ്? മുഹമ്മദ് അനസ്. അപ്പൊ നിങ്ങളെ ഈ ടർഫിൽ പരിശീലനം എങ്ങനെയുണ്ട്? ഭയങ്കര നന്നായിട്ട് ഉഷാറായി പോകുന്നുണ്ട്. കാരണം ഒരുപാട് നമുക്ക് തന്നെ നമ്മളെ സെൽഫായിട്ട് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറെ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ അത്രയും വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കോൺഫിഡൻസ് വരും. ഗോൾ കീപ്പറായിട്ട് എവിടെ സ്ഥലം? ഞാൻ വളാഞ്ചേരി. ഓക്കെ. നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ആദ്യം നമുക്ക് നമ്മളതായിട്ട് നമുക്ക് സെൽഫായിട്ട് പൊതുവെ പൊസിഷൻ നമ്മളിപ്പോ ആദ്യം ഇങ്ങനെ ക്യാമ്പൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പൊസിഷൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്താവും നമുക്കറിയില്ല ഈ ഇന്ന ബോളിന് എവിടെ നിൽക്കണം. റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന ബോളിന് റൈറ്റ് സൈഡിൽ നമ്മളെന്ത് ചെയ്യും, നമ്മൾ നിൽക്കുന്ന എന്തെങ്കിലും ചിലപ്പം സെൻട്രൽ പോയി നിൽക്കും. ഇപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന ബോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാൽ നമുക്ക് എഫേർട്ട് ഇല്ലാതെ ബോൾ കൈകാര്യം ചെയ്യാം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം. കാരണം നല്ല സാറുമാരുടെ ശിക്ഷണത്തിലാണ് നമ്മൾ വളരുന്നത്. അതുകൊണ്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്റെ പേര് അദിനാൻ. എന്താണ് ഈ ടർഫിൽ പരിശീലനം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല പരിശീലനാണ്. നല്ല പ്രശസ്തമാരായ കോച്ചുമാരുടെ കീഴിലാണ് ഞങ്ങൾ പരിശീലിക്കുന്നത്.
നല്ല പ്രാക്ടീസും ഒക്കെ ഉണ്ട്. ഇപ്പൊ കളി മെച്ചപ്പെട്ട് വരുന്നുണ്ട്.